ഇന്ന് നമുക്കൊരു ക്രിസ്മസ് ഓട്ടപ്പാച്ചിലായാലോ? ഇപ്പം എല്ലാവരും ചോദിക്കും ക്രിസ്മസിന് തലക്കറിയാണോ വെക്കുന്നതെന്ന്. അതെ, തലക്കറി കഴിച്ച ഒരുത്തനും പിന്നെ തലക്കറി വേണ്ടാന്ന് പറയില്ല. അമ്മാതിരി ടേസ്റ്റ് അല്ലേ സാധനത്തിന്. ഇപ്പോൾ ഒരു 2.5 കിലോ ഉള്ള മീനിൻ്റെ തലയാണ് ഇന്ന് കിട്ടിയേക്കുന്നത്. മീൻ നന്നായിട്ട് കഴുകി കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ച വെളിച്ചെണ്ണ, വിനീഗർ ഇത് മിക്സ് ചെയ്ത് കുറച്ച് നേരം എടുത്ത് വെക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ച് ഉലുവ ഇട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സബോള, കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ചുവന്നുള്ളിയാണ് വേണ്ടത്, സംഭവം കിട്ടിയില്ല. ഇതെല്ലാം ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടിയും നല്ല കാശ്മീരി ചില്ലിയും ഇട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ മസാലകളുടെ പച്ചമണം മാറ്റിയെടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ തല അങ്ങ് ഇട്ട് കൊടുക്കാവേ. നമ്മൾ പുളി എടുക്കുമ്പോൾ ആ പുളി കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ഒന്ന് തിരുമ്മി അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം വയ്ക്കാം. അത് കഴിഞ്ഞ് കിട്ടുന്ന ആ ചൂടുവെള്ളമാണ് ഞാൻ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് മീനൊന്ന് വേവാൻ വയ്ക്കാം. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കാവേ. എന്നാൽ പിന്നെ തലക്കറിയുടെ കഥയായാലോ? നമ്മുടെ കഥ നടക്കുന്നത് വരാപ്പുഴയിലാണ്. വരാപ്പുഴയിൽ ചിന്നു എന്ന് പറഞ്ഞൊരു പൂച്ചയുണ്ടായിരുന്നു. ചിന്നുപൂച്ചയ്ക്ക് ഭയങ്കര വൃത്തിയായിരുന്നു കേട്ടോ. എന്ത് കിട്ടിയാലും അത് കുറേ പ്രാവശ്യം നോക്കി അത് ക്ലീനാണോ എന്നൊക്കെ നോക്കിയാണ് കഴിക്കുന്നത്. എൻ്റെ തലയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കഴിക്കില്ല. അതിൻ്റെ ചെകിളയും എല്ലാം കളഞ്ഞ് അതിൻ്റെ പൂവൊക്കെ എടുത്ത് കളയണമായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു അവിടുത്തെ വീട്ടിലെ റോസി ചേച്ചി കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ റോസി ചേച്ചിയുടെ മോൻ കോഴിക്കോട് നിന്നൊരു പെണ്ണ് കെട്ടിക്കൊണ്ടുവന്നു. പെണ്ണാണ് എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു ദിവസം റോസി ചേച്ചി ചിന്നുവിന് മീൻ തലയൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചു കേട്ടോ. മീൻ കറി വയ്ക്കാനുള്ളത് സെപ്പറേറ്റും വെച്ചു. അത് കഴിഞ്ഞ് റോസി ചേച്ചി പള്ളിയിൽ പോയി. മോളോട് പറഞ്ഞു, മോളെ മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് കറി വെച്ചേക്കണേ. മോള് വന്ന് അടുക്കള മൊത്തം പരതി. മീൻ എവിടെയാണ് വെച്ചേക്കണേന്ന് കാണുന്നില്ല. അപ്പോൾ ഒരു പാത്രത്തിൽ മീനിൻ്റെ തല കണ്ടു. മരുമോള് വിചാരിച്ചു ഇതൊക്കെ ആയിരിക്കും ഇവിടെ കറി വെക്കുന്നതെന്ന്. പുള്ളിക്കാരത്തിയാണേ മീൻ തലയും കൊണ്ട് ഒരു മീൻ വറ്റിച്ചത് അങ്ങ് ഉണ്ടാക്കി. റോസി ചേച്ചി പള്ളിയിൽ പോയി വന്നപ്പോൾ റോസി ചേച്ചിക്ക് ആകെ ദേഷ്യം വന്നു. മീനാണ് ഇവിടെ ഇരിക്കുന്നു, അവൾ മീൻ കറി വെച്ചിട്ടുമില്ല. അങ്ങനെ റോസി ചേച്ചി വീണ്ടും മീൻ കറി എടുത്ത് വെച്ചു. നമ്മുടെ മരുമോളുണ്ടാക്കിയ മീൻ തല കണ്ടില്ലേ? റോസി ചേച്ചി നല്ല ദേഷ്യത്തിൽ മരുമോളോട് അന്ന് മിണ്ടാനൊന്നും പോയില്ല കേട്ടോ. പിറ്റേ ദിവസമേ റോസി ചേച്ചിയുടെ ഹസ്ബൻഡ് തോമസ് ഏട്ടൻ ചോറിനാണ് അടുക്കള കയറി. മരുമോളുണ്ടാക്കിയ തലക്കറിയും കൂട്ടി ചോറുണ്ടു. ഓ എൻ്റെ പൊന്നെ, തോമസ് ഏട്ടന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ റോസി ചേച്ചിയും കഴിച്ചു നോക്കി. പുള്ളിക്കാരത്തിക്കും ഇഷ്ടമായി. അപ്പം തന്നെ കിച്ചൻ്റെ താക്കോല് മരുമോൾക്ക് അങ്ങ് എടുത്തു കൊടുത്തു. അങ്ങനെ റോസി ചേച്ചി മരുമോളുടെ തലക്കറിയുടെ ടേസ്റ്റ് പറഞ്ഞു നടന്നു. അങ്ങനെ കേരളത്തിൽ തലക്കറി ഫേമസ് ആയി. പിന്നീട് ഒരിക്കലും ചിന്നുപൂച്ചയ്ക്ക് മീനിൻ്റെ തല കണി കാണാൻ പോലും കിട്ടിയിട്ടില്ല.